അനന്തകൃഷ്ണൻ, എല്ലാ സജ്ജീകരണങ്ങളോടും കൂടി ഇന്ന് ഈ 4ാം ദിവസം തെരച്ചിൽ തുടരുകയാണ്. അനന്തകൃഷ്ണൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഈ മുണ്ടക്കൈയിലേക്ക് എത്താൻ ഇനി വേറെ ദൂരം താണ്ടേണ്ടതുണ്ടോ? മോത്തി, ഞാൻ മുണ്ടക്കൈയിൽ താഴ്വശമുള്ള പുഴയുടെ തീരത്തായിരുന്നു. ഞാൻ അവിടെ നിന്ന് വീണ്ടും മുണ്ടക്കൈ ടൗൺ പ്രദേശത്തേക്ക് പോവുകയാണ്. എൻ്റെ മുന്നിൽ രക്ഷാദൗത്യത്തിനായിട്ട് ഉള്ള ദൗത്യ സംഘങ്ങളാണ് പോകുന്നത്. കൂടുതലും ആർമി ഉദ്യോഗസ്ഥരായിരുന്നു. അതിനൊപ്പം തന്നെ വിവിധ സംഘടനാ പ്രവർത്തകർ ഈ ദൗത്യത്തിൻ്റെ ഭാഗമായി ചേരുന്നുണ്ട്. എല്ലാവരെയും കൃത്യമായ പരിശോധനകൾക്ക് ശേഷമാണ് ബെയിലിപ്പാലം വഴി കടത്തിവിട്ടിരിക്കുന്നത്. കൃത്യം എണ്ണമുണ്ട്. ഓരോ സംഘത്തിലും എത്ര പേര്, എത്ര ഉദ്യോഗസ്ഥർ, എത്ര നാട്ടുകാർ എന്നൊക്കെ ഉള്ളത്. അതനുസരിച്ചാണ് കയറ്റിവിട്ടിരിക്കുന്നത്. ഈ ഏറ്റവും വിപുലമായ ഒരു പരിശോധന നടക്കാൻ പോകുന്നത് മുണ്ടക്കൈ ടൗൺ തൊട്ട് താഴോട്ട് ഡൗൺ സ്ട്രീമിലാണ്. അവിടെയാണ് കൂടുതൽ ആൾക്കാർ അപകടത്തിൽപ്പെട്ടതെന്നാണ് ഇപ്പോൾ ഒരു അനുമാനിക്കുന്നത്. നേരത്തെ ജില്ലാ കളക്ടറും അങ്ങനെ സൂചിപ്പിച്ചിരുന്നു. ഇന്ന സ്ഥലം എന്നില്ല, സാധ്യമാകുന്ന എല്ലാ സ്ഥലത്തും പരിശോധിക്കുക എന്നുള്ള ഒരു നടപടിയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ എൻ്റെ മുന്നിൽ ആർമിയുടെ ഒരു സംഘം അവിടെ നിൽക്കുന്നുണ്ട്. അവിടെ മണ്ണുമാന്തി യന്ത്രമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും നേരത്തെ വീടുകൾ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്ന, അല്ലെങ്കിൽ ആൾക്കാർ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്ന ഒരു സ്ഥലവും വിട്ടുകളയാതെ അവിടെയെല്ലാം പരിശോധിക്കാനാണ് തീരുമാനം. ഒരു സ്ഥലവും വിട്ടുപോകാതെ പരിശോധിക്കണം എന്നുള്ള നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം രക്ഷാദൗത്യ സംഘങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വിപുലമായ ഒരു പരിശോധനയിലേക്കാണ് മുണ്ടക്കൈ മേഖലയിലേക്ക് മാറുന്നത്. കൂടുതൽ ദൗത്യ സംഘാംഗങ്ങളെ നിയോഗിച്ചിരിക്കുന്നതും മുണ്ടക്കൈക്ക് തൊട്ട് താഴെയുള്ള ഡൗൺ സ്ട്രീം മേഖലയിലാണ്. ഈ പുഴ വ്യാപകമായി മുണ്ടക്കൈ അതിന് തൊട്ട് താഴെ വരെയുള്ള ഭാഗം വിപുലമായി പരിശോധിക്കും. അവിടെ കൂടുതൽ, കാരണം ഈ വീടുകൾ ഒരുപാട് ഒലിച്ചുപോയി. അപ്പോൾ ഉറങ്ങിക്കിടക്കുന്നവരൊക്കെ അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് അവരൊക്കെ ഈ പുഴയുടെ മധ്യഭാഗത്തിൽ ആയിട്ട് പെട്ടിട്ടുണ്ടാകാം എന്നാണ് കരുതുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആ മേഖല കേന്ദ്രീകരിച്ചുകൂടി പരിശോധന ശക്തമാക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മുഴുവൻ സജ്ജീകരണങ്ങളും മുണ്ടക്കൈയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ആശ്വാസകരം. ഇന്ന് കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ കാര്യക്ഷമതയോടെ ഒരു പരിശോധനയ്ക്ക് കാര്യങ്ങളുണ്ടാകും. ഏതായാലും ഇവിടെ നിന്നും കൂടെ ആ ദൃശ്യങ്ങൾ, ഞാൻ നടന്നു പോകുന്ന വഴിയിലെല്ലാം ഈ ദുരന്ത ദൃശ്യങ്ങളാണ്. ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ ഭാഗമാണ് കാണുന്നത്. ആ സ്കൂളിൻ്റെ ക്ലാസ് മുറികളെല്ലാം ഈ പ്രളയം എടുത്തു പോയിരിക്കുന്നു. മുണ്ടക്കൈ MSDP ഗവൺമെൻറ് എൽ പി സ്കൂളാണ് മുണ്ടക്കൈ ഗവൺമെൻറ് LP സ്കൂളാണ് ഈ കാണുന്നത്. ആ സ്കൂളിൻ്റെ മുറ്റം വരെ ഈ ഉരുൾപൊട്ടലിൻ്റെ ജലം ഒഴുകിയെത്തി. ക്ലാസ് റൂമുകളെല്ലാം തകർത്തു. ആ കെട്ടിടം മാത്രം ഒരു സ്ട്രക്ചറായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് മാത്രം. അതിനിപ്പുറത്ത് കെട്ടിടങ്ങളുണ്ട്, അവിടേക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ മേഖലയിലുള്ള വീടുകളും ഈ കുന്നിൻ്റെ ഒരു ഭാഗവും മൊത്തം വാഷ് ഔട്ട് ചെയ്ത് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ആ ദുരന്തത്തിൻ്റെ ഓരോ ദുരന്ത ദൃശ്യങ്ങൾ ഓരോന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ മുണ്ടക്കൈയിലേക്ക് പോകാൻ സാധിക്കുക. ഈ പുഴയുടെ വശങ്ങൾ മുഴുവൻ ഇത്തരം ദൃശ്യങ്ങളാണ്. കല്ലും ചെളിയുമൊക്കെ അടിപൊളി കിടക്കുന്ന ദൃശ്യങ്ങളാണ്. അവിടെ ഇവിടെ ഒരു രക്ഷാദൗത്യം പരിശോധന നടത്തുന്നുണ്ട്. അവിടെ വീടുകളുണ്ടായിരുന്ന സ്ഥലമാണ്. അപ്പോൾ എല്ലാ സ്ഥലത്തും ഇപ്പോൾ ഇതിനകത്തൊരു പ്രത്യേകത മോത്തി, ഇന്ന് പുഴയുടെ നമ്മളിപ്പോൾ താഴെ മുതൽ കയറി വരുമ്പം എല്ലാ മേഖലയിലും രക്ഷാസൈനികരുണ്ട്. അവർ എല്ലായിടത്തും പരിശോധന നടത്തുന്നുണ്ട്. അപ്പോൾ ആ ചൂരൽമല മുതൽ മുണ്ടക്കൈ വരെ മുഴുവൻ ഭാഗങ്ങളിലും രക്ഷാദൗത്യ സംഘങ്ങൾ എത്തിയിരിക്കുന്നു. അവർക്ക് വേണ്ടുന്ന യന്ത്രസാമഗ്രികളും എത്തിയിരിക്കുന്നു. അതുകൊണ്ട് പരിശോധന കൂടുതൽ കാര്യക്ഷമമായി നടക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് ഈ മഴ കൂടി ഒന്ന് കുറഞ്ഞാൽ, ഇപ്പോഴും മഴ പെയ്യുകയാണ്, ആ മഴ കൂടി ഒന്ന് കുറഞ്ഞാൽ കുറച്ചുകൂടി വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. മോത്തി.